ഹലോ ഗൈസ്, ഇന്ന് സർവീസിന് വേണ്ടി വന്ന ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണിത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ മെഷീൻ ഓൺ ആക്കുമ്പോൾ മുതൽ ബീപ്പ് അടിക്കുന്നു, നിർത്താതെ ബീപ്പ് അടിക്കുന്നു. അപ്പോൾ കസ്റ്റമർക്ക് അറിയില്ല, കസ്റ്റമർ അവിടെ പേടിച്ച് ഇതിനകത്ത് എന്തെങ്കിലും വലിയ ഇഷ്യൂ ആണോ എന്നുള്ള രീതിയിലാണ് ലാപ്ടോപ്പുമായിട്ട് വന്നത്. ലാപ്ടോപ്പിനകത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്ത കുറേ ഡേറ്റാസും മറ്റുമുണ്ട്, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് കസ്റ്റമർ വന്നത്. അപ്പം നേരെ ഞാൻ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയൊക്കെ ഊരി മാറ്റി നേരെ സ്ക്രൂസൊക്കെ എല്ലാം അഴിച്ച് നേരെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് കവറൊക്കെ അഴിച്ചു മാറ്റി നേരെ ബാക്ക് കവർ അഴിച്ച് ബോർഡെ മൊത്തത്തിൽ ഒന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഇവിടെയൊക്കെ ശകലം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡിലെ CMOS ബാറ്ററി തുരുമ്പ് കയറിയ ഒരു വളരെ മോശം കണ്ടീഷനിലാണുള്ളത്. ഏതായാലും നമുക്ക് CMOS ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇഷ്യൂ മാറുന്നുണ്ടോ എന്ന് നമുക്കൊന്നറിയാം. സാധാരണ വളരെ ഈസി ആയിട്ട് ഊരിപ്പോരുന്ന CMOS ബാറ്ററി ഈ കേസിൽ ശകലം ടൈറ്റായിട്ടാണുള്ളത്. തുരുമ്പ് കയറിയോണ്ടാണെന്ന് തോന്നുന്നു. ബലം പിടുത്തത്തിന് ശേഷമാണ് CMOS ബാറ്ററി ബോർഡിൽ നിന്നൊന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചത്. CMOSൻ്റെ സ്ലോട്ടിനകത്ത് നിറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും CMOSൻ്റെ സ്ലോട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതാണ് പുതിയ CMOS ബാറ്ററി. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ബോർഡിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. CMOS ബാറ്ററി തുരുമ്പ് കയറി ഇങ്ങനെ ഒരു മോശം കണ്ടീഷനിൽ എത്തിക്കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ CMOS ബാറ്ററിയായിട്ട് ചേരുന്ന ലാപ്ടോപ്പിൻ്റെ ബാക്ക് കവറിലും തുരുമ്പ് ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് ആ ബാക്ക് കവറിലെ ആ തുരുമ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാം. ബാറ്ററി ഇട്ട് ലാപ്ടോപ്പ് നേരെ ക്ലോസ് ചെയ്തു. മെഷീൻ ഓൺ ആക്കി നോക്കി. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. അതായത് ആ ബീപ്പ് സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് CMOS ബാറ്ററിയുടെ എറർ കൊണ്ട് തന്നെയായിരുന്നു. അതായത് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തു.